മാമനാളെ നല്ല കള്ളത്തത പറയണ്ടല്ലേ ഗൾഫാണ് പപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അപ്പൊ നല്ലോണം ബിരിയാണി ഉണ്ടാക്കിക്കണല്ലോ. ആർക്കിപ്പോ എന്താ വേണ്ടി? ബിരിയാണാണോ വേണ്ടി? ബീഫിന്റെ ബിരിയാണാണോ വേണ്ടിയത്? എളുപ്പത്തിൽ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാന്ന് ഞാൻ കാണിച്ചുതരാം. അടിപൊളി ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ നല്ല അരി വേണം. ഞാൻ വസത്തിനെ വാങ്ങിയ നല്ല കുസ്രുവിന്റെ റൈസാണ്, കൈമ റൈസാണ് വാങ്ങിയത്. അതിലേ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. കുറച്ച് നെയ്യിട്ടെടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ അപ്പുറം. തിന്നാൻ മാത്രം അറിയുള്ളൂ അല്ലേ, ഒന്നും അറിയില്ലല്ലേ. ഇതാ ഏലക്കായി, വട്ട, പൂവ്, ഇത് മൂന്നും കൂടി ഇതാ ഇതിലേക്ക് ഇതാ ആഡ് ചെയ്യുക. കുറച്ച് ഉള്ളി എടുത്തിട്ട് ഇതാ കുറച്ച് ഉള്ളി ഇട്ടാൽ മതി കേട്ടോ. ആ മതി. മോളെ ബിരിയാണിന്റെ സ്മെല്ല് വരുന്നുണ്ടോ? ഇപ്പൊ തന്നെ സ്മെല്ല് വരുന്നുണ്ട് ബിരിയാണിന്റെ സ്മെല്ല്. 2 കപ്പ് അരിയാണ് എടുത്തതെങ്കിൽ 4 കപ്പ് വെള്ളം വേണം. കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇത് ആവശ്യമാണ് ഇതിലേക്ക് ഇടാ. കുസുറുവിന്റെ അരിയാണ് നമ്മൾ എടുത്തത്. അരി നല്ലോണം തിളച്ചു വരുന്ന സമയത്ത് ആവശ്യമാണ് റെഡിയാക്കല്ലേ. ഓള് വിശന്നിട്ട് കണ്ണല്ലാന്നാ തോന്നുന്നു. പറഞ്ഞോള് കുടിക്കുകയും ചെയ്ത് ബിരിയാണിന്ന്. കുസുറുവിന്റെ അരി ഇട്ട് കഴിഞ്ഞാൽ കോഴിക്കോടൻ ബിരിയാണി അടിപൊളിയാക്കി ഉണ്ടാക്കട്ടോ. അരി തമ്മിൽ ഒട്ടി പിടിക്കാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞെടുക്കും. ചിലവര് പിഴിയും ചിലവര് പിഴിയില്ല, ഓരോരുത്തരുടെ ഇഷ്ടംമാതിരി കേട്ടോ. മസാല ഉണ്ടാക്കാൻ എന്താ നല്ലോണം വെളിച്ചെണ്ണ എടുക്കുക. ഉള്ളി വാട്ടാൻ വേണ്ടി പോവാണ്. ഇനി വേവാനുള്ള പരിപാടി കേട്ടോ. കുറച്ച് ഉപ്പ് പെട്ടെന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടും കേട്ടോ. തക്കാളി ഇതാ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് എല്ലാ ആവശ്യമോളെ അതും ഇതാ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. ഈ എന്ത് സ്പെഷ്യൽ പറഞ്ഞാലും പപ്പ ഉണ്ടാക്കി തരും കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ബീഫ് മസാല, ബിരിയാണി മസാല, ഗരം മസാല, കുറച്ച് പെപ്പർ, കുറച്ച് മുളകും പൊടി, മല്ലിപ്പൊടി, തൈരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ബീഫ് നല്ല മഞ്ഞൾപ്പൊടിയിൽ വേവിച്ച് വെച്ചിന്, കുക്കറിൽ തന്നെ വേവിച്ച് വെച്ചിന്, അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഈ വെള്ളം നമ്മൾ ഒഴിവാക്കുന്നില്ല. പറയാൻ കാരണം ആ ബീഫിൻ്റെ മസാല ഫുള്ളും ആ വെള്ളത്തിലുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദമ്മിടാൻ വേണ്ടി പോവാണ്. ദമ്മിടുന്നതിൻ്റെ മുന്നേ അതാ പാൻഡർ എടുത്തിട്ടുണ്ട്. പാൻഡർ അതാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക. ഫൈനലി ഇതാ ഫുള്ള് ഫില്ലാക്കിയിട്ടുണ്ട്. കുറച്ച് ബിരിയാണി മസാല ഇതേ, കുറച്ച് നെയ്യും ഇതിൻ്റെ അങ്ങനെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് 10 മിനിറ്റ് ഇതാ ദമ്മിൽ അങ്ങോട്ട് വെച്ചു കൊടുക്കുക. പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. സ്മെല്ലുണ്ടോ? ഇഷ്ടമായോ? സൂപ്പറാ.